നമസ്കാരം. ഈ വീഡിയോ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചുള്ളതാണ്. രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ആയുഷ്മാൻ വയോവന്ദന കാർഡ് എടുക്കുന്നതിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നാൽ കേരളത്തിൽ മാത്രം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിപരീത പ്രതിഫലനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ഇതിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിരിക്കുന്നു. പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നതിനാൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു മാധ്യമത്തിൽ വന്ന ഓൺലൈൻ വാർത്തയാണിത്. വാർത്ത അതേപടി ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രം. ആര് പറയുന്നു എന്നതല്ല, എന്ത് പറയുന്നു എന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ വാർത്ത വായിക്കാം. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആയുഷ്മാൻ വയോവന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കണം. പാവപ്പെട്ടവർക്കുള്ള കേന്ദ്ര പദ്ധതികളെ സർക്കാർ തകർക്കുന്നു. കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ വരുന്ന ആയുഷ്മാൻ വയോവന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സാമ്പത്തിക ഭേദമന്യേ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. എന്നാൽ നിലവിലുള്ള പദ്ധതിയെ വരെ ഞെരിച്ചു കൊല്ലുന്ന സമീപനമാണ് കേരള സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ട് നാളുകളായി. കാർഡുകളുമായി ആശുപത്രികളിൽ എത്തുന്ന വയോധികരായ രോഗികളോട് ഇത് നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. മുൻപ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ 70 വയസ്സ് കഴിഞ്ഞവർ പുതുതായി രജിസ്റ്റർ ചെയ്താൽ പഴയ സൗകര്യം നഷ്ടപ്പെടുമെന്ന സംവിധാനമാണ് സംസ്ഥാന സർക്കാർ അവലംബിച്ചിരിക്കുന്നത്. ഇത് പാവപ്പെട്ട കുടുംബങ്ങളിലെ വയോധികരോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2019 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60-40 അനുപാതത്തിൽ പ്രീമിയം നൽകുന്ന വിധം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ സംസ്ഥാന സർക്കാർ റിലയൻസ് ഇൻഷുറൻസ് കമ്പനിയെ നടത്തിപ്പുകാരായി നിശ്ചയിച്ച് കേരളത്തിൽ ഈ പദ്ധതിക്ക് തുടക്കമിട്ടു. കേന്ദ്രവിഹിതം കൃത്യമായി ലഭിച്ചിട്ടും സംസ്ഥാന സർക്കാർ പ്രീമിയം നൽകാത്തതുമൂലം റിലയൻസ് പദ്ധതിയിൽ നിന്നും പിന്മാറി. പിന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് ആശുപത്രികൾക്ക് തുക കൈമാറുന്ന രീതിയിലായി. കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഇതിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. 2023 നവംബർ 30 വരെ സംസ്ഥാനത്ത് ഈ പദ്ധതി പ്രകാരം 54,62,144 ആശുപത്രി അഡ്മിഷനുകളിലൂടെ 5,565 കോടി രൂപയുടെ ചികിത്സാ സൗജന്യമാണ് ലഭിച്ചത്. ഇത് ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. സംസ്ഥാനത്ത് ഇത്രയേറെ പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനകരമായ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ സ്വപ്ന പദ്ധതിയെ തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളെ BJP ശക്തമായി നേരിടുമെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.